മതി ചേച്ചി, കരയില്ല ഇങ്ങനെ. കരഞ്ഞിട്ട് ഫലമൊന്നുമില്ലെന്നറിയാം, എന്നാലും കരണില്ല എന്നെ കൊണ്ട് കഴിയും. അതിന് മാത്രം എന്ത് തെറ്റായിപ്പോ? വേണമെന്ന് കരുതി ചെയ്തല്ലോ. അതെടാ, വേണമെന്ന് വെച്ചിട്ട് തന്നെ. നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടി നിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി, അവളും നീയും കൂടി ജീവിക്കണത് കാണാൻ വേണ്ടി ഞാൻ നുണ പറയുന്നതന്നെ പറഞ്ഞു ആവാസിനോട്. അത് കേട്ടത് കൊണ്ടല്ല ആ ഡോക്ടർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ആർക്കും ആരെയും കിട്ടിയില്ല. ആ പാവം കുട്ടിയുടെ മനസ്സും തകർന്നു. ഒരു ദൈവങ്ങളും ഓർക്കില്ല എന്നോട്. ചേച്ചിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതും അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതും എല്ലാം ഈ ദൈവങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കേ. ഞാനൊരു കാര്യം പറയട്ടെ. പറ, എന്റെ മനസ്സിന് അല്പം ശാന്തി കിട്ടാൻ വേണ്ടി പറ. അതെ, നമുക്ക് ഭദ്രയെ പോയി കാണണം. അവളെ രക്ഷിക്കാൻ നമുക്ക് ചിലത് ചെയ്യാനാവും. നമ്മളത് ചെയ്യാൻ പോവാ. വേണണ്ട. ആ, അപ്പൊ ആ കണ്ണീരോടൊക്കെ എന്നിട്ടൊന്ന് ഉറങ്ങാൻ നോക്ക്. ഉള്ളിലുള്ളതൊന്നും തുറന്നു പറയാതെ അവൾ എന്തിനാ ഇങ്ങനെ കൊണ്ടു നടന്നേ? അതല്ലേ അവൾ ഇങ്ങനെ തകർത്തത്? ഒരിത്തിരി ദയ അവളോട് കാട്ടേണ്ടിയിരുന്ന സന്ദർഭത്തിൽ ഒന്നും ആരും കാട്ടിയില്ല. മഹാപാപങ്ങൾ എന്തൊക്കെ ചെയ്ച്ചെന്നെ കൊണ്ട്. എവിടെ മുങ്ങിയാലാണ്, ഏത് ദേവരെ തൊഴുതാലാണ് എനിക്ക് മോക്ഷം കിട്ടുക? ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ചാഞ്ചക്കൻ 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 ചാഞ്ചാട് ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ചാഞ്ഞി ചരിഞ്ഞാട് ചാഞ്ചക്കൻ ചാഞ്ചക്കൻ ചാഞ്ചാട്. എങ്ങനെയുണ്ടിപ്പോ? അങ്ങനെ തന്നെ, മരുന്നൊന്നും മുടക്കണില്ല. ദിവസം കഴിയുന്തോറും കൂടുതൽ സൈലന്റായി വരിക. കുറെ കൂടി നല്ല ഡോക്ടേഴ്സിനെ ആരെയും കാണിക്കണം. അതിനുവേണ്ടി കുറച്ചു ദൂരം പോയേണ്ടി വന്നാലും. തെണ്ടിയിട്ടോ പെരുക്കിയിട്ടോ എന്നറിയില്ല, ചെയ്യാവുന്ന എന്തും ചെയ്യും ഞങ്ങളുടെ കുട്ടിയെ. ഞങ്ങൾ വന്നത് ഒരപേക്ഷയായിട്ടാണ്. കൊണ്ടുപോയിക്കോട്ടെ, പണം കൊടുത്ത് നേടാവുന്ന എന്ത് ചികിത്സയും ചെയ്യിപ്പിക്കാം. മനസ്സിന്റെ ആ കലമ്പല് മാറി പഴയ ഭദ്രയായി മാറുന്ന കാലത്ത് എന്നെ വിട്ട് പോവില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്കിൽ മാത്രം എനിക്ക് തന്നേക്കോ. ചെയ്യണ പ്രവർത്തിക്ക് പ്രതിഫലമായിട്ടല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടവളെ, അതുകൊണ്ട് ചോദിക്കുക. അന്ന് മറുത്താണ് ഭദ്ര പറയുന്നതെന്ന് വെച്ചാൽ നിറഞ്ഞ മനസ്സോടെ തന്നെ തിരികെ കൊണ്ടുവരും ഞങ്ങൾ. മോളെ, നീ അവളെ ഒന്ന് വിളിക്കേ.
എന്റെ ചെറിയമ്മയ്ക്ക് ഇങ്ങനെ ഒരു തുടർച്ചയായി ഇവള് മാറുക പറഞ്ഞ സഹിക്കില്ല ഞാൻ. ഇനി ഇത് കുട്ടിക്ക് വേണ്ട. നാളും പക്കം അറിയില്ല. ശുഭമുഹൂർത്താണോന്നും നിശ്ചയമില്ല. ഇതാ ഞാനിങ്ങോട്ട് ഏൽപ്പിക്കുക എന്റെ പെങ്ങളെ. ഒരു കാർ മൂടിയ മങ്ങലേ ഉള്ളൂ, അത് തെളിയും ഉറപ്പാ. അത്രയ്ക്ക് നല്ലവളാ എന്റെ ഭദ്ര. കാണാൻ കഴിയാത്ത ദൈവങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്നത് സത്യമാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഒരു നാൾ നമ്മുടെ ഭദ്രൻ. പിന്നെ വേനലും മഴയും മാറി മാറി വന്നുപോയ ശേഷം അകലെ ഒരിടത്ത് ഒരു തണുത്ത പകലിൽ കാലത്തിന്റെ മിഴി രണ്ടിലും ഇങ്ങനെ തെളിയുന്നു. എന്താ പ്രശ്നം? പറയാൻ ഇപ്പൊ സൗകര്യമില്ല. ദേവു, 350 കിലോമീറ്റർ തറ തൊടാതെ പറന്നു വരെ ഞാൻ. അത്രയ്ക്ക് വലിയ എന്ത് വിഷയം നടന്നിട്ട് തോന്നി ചേച്ചിയുടെ ഫോൺ കോൾ കിട്ടിയപ്പോ. എന്താ കാര്യം ഒന്ന് പറ. അകത്തെ മുറിയിൽ നിന്റെ ഭാര്യ കിടപ്പുണ്ട്. അവക്ക് എന്ത് പറ്റി? അത് അവളോട് പോയി ചോദിക്ക്. ചേടാ, ഇതെന്ത് ടൈപ്പ്? സമയം കളയാതെ വേഗം ഓടി ചെല്ലടാ കിട്ടണ. അവള് നിന്നെ കാത്തിരിക്കുക. ഏയ്, എന്താ? ഒന്നുമില്ല. ഇതെന്തോ രോഗമാണ്. ഭദ്രേ, ചേച്ചി പറഞ്ഞോ? ഇല്ല. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയൂട്ടോ. എന്ത് തന്നെയായാലും നേരിടാൻ തയ്യാറായിട്ടാ ഞാൻ ഇരിക്കണേ. തയ്യാറായിക്കോളൂ. കുറച്ചു നാളൂടെ ഒരു മോനെയോ ഒരു മോളെയോ സ്വീകരിക്കാൻ.